നമ്മള് ഊട്ടിയിലെത്തിയിട്ടുണ്ട് ആൻഡ് ദിസ് ഈസ് ഫോർ യു ഗൈസ്. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മൾ 7 പേര് ഊട്ടി പോയ കഥ ഇവിടെ ചായക്കൊപ്പം തുടങ്ങുന്നു. രാത്രി 12 മണിയോടുകൂടി വീട്ടിൽ നിന്ന് പുറപ്പെട്ട നമ്മൾ രാവിലെ 6 മണിയാകുമ്പോഴേക്ക് ഊട്ടി എത്തിയിട്ടുണ്ടായിരുന്നു. എത്തിയ ഉടനെ തന്നെ നമ്മൾ നേരെ ഒരു റൂം എടുത്ത് സാധനങ്ങളൊക്കെ അവിടെ വെച്ചതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. ഇതാണ് ലിയോ, പ്രിൻസ് ഹോളിഡേ ഇന്നിലെ കാവൽക്കാരൻ. നമ്മൾ പെർ ഹെഡ് 500 രൂപ കൊടുത്തിട്ടാണ് ഈ റൂം എടുത്തിട്ടുണ്ടായത്. വെൽ മെയിൻറ്റെയിൻഡ്, ക്ലീൻ വാഷ്റൂംസ് ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. എല്ലാരും വടക്കും ദോശക്കും വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ചൂട് കാഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. Guys, we are at Dolphins View Point at Ooty. ഡോൾഫിന്റെ മൂക്ക്. സത്യം പറഞ്ഞാല് നമ്മള് കൊനൂരിന്ന് കുറച്ചധികം ഇങ്ങോട്ടേക്ക് വരാനുണ്ട്. ഒരു അറൗണ്ട് 10-12 കിലോമീറ്ററിനടുത്തുണ്ട്. ആക്ച്വലി സ്ഥലത്തിന്റെ പേര് ഡോൾഫിൻസ് വ്യൂ പോയിന്റ് എന്നാണ്. ഇതിന്റെ മുന്നേ ഒരുപാട് കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട്. നമ്മൾ അതൊക്കെ കവർ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ നമ്മളൊന്നും കയറിയിട്ടില്ല അവിടെ. നമ്മൾ ഡോൾഫിൻസ് വ്യൂ പോയിന്റിലേക്ക് ഡയറക്റ്റ് വന്നത്. ആക്ച്വലി നമ്മൾ വന്ന സമയം ഇച്ചിരി വെയിലായിപ്പോയി. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്, സ്ഥലം നല്ല ഭംഗിയുണ്ട്. പക്ഷേ ക്ലൈമറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു 10:50 നമ്മളിവിടെ എത്തിയേ അറൗണ്ട്. അപ്പോൾ വെയിലാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇഫ് നമ്മളിവിടെ വരുമ്പോൾ ഒരു ഏർലി മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ്ങോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പീക്കായിരിക്കും. ഒരു അടിപൊളി സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ടീ എസ്റ്റേറ്റും ചുറ്റിലും കാടും മലകളൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ്. പക്ഷേ ക്ലൈമറ്റ് വെയിലായിപ്പോയി. ഊട്ടി യാത്രയിലെ ഒരു മനോഹരമായ സ്റ്റോപ്പാണ് ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ. ചുറ്റും പച്ചപ്പും തണുത്ത കാറ്റും പഴമയുടെ ഭംഗിയും ലൗഡേൽ റെയിൽവേ സ്റ്റേഷനെ മനോഹരമാക്കുന്നു. നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ ഭാഗമായ ഈ സ്റ്റേഷൻ പഴമയും പ്രകൃതിയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരിടമാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണമായ ടോയ് ട്രെയിനിൽ സഞ്ചരിക്കണമെന്നുള്ളവർ മുൻകൂട്ടി IRCTC ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ഊട്ടിയിൽ വരുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടം കൂടിയാണ് ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ. ഈ യാത്രയ്ക്ക് ശേഷം വിശപ്പ് യാത്രാക്ഷീണവും ഒരുമിച്ച് വന്നുകൊണ്ട് ഭക്ഷണം കഴിച്ച് ഒന്ന് ഉറങ്ങിയ ശേഷമാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ആരംഭിച്ചത്. ആഫ്റ്റർ ടേക്കിംഗ് റെസ്റ്റ് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് വന്നു. എവിടെയാന്ന് വലിയ പ്ലാനൊന്നുമില്ല. ഇവിടുത്തെ ഏതെങ്കിലും ഗ്രാമങ്ങളിൽ ചെന്നിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങോട്ട് ഗൈസ്. അപ്പോൾ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം വി ആർ അറ്റ് കെറ്റി. ഊട്ടിയുടെയും കുനൂരിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് കെറ്റി വില്ലേജ്. നീലഗിരികളുടെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന കെറ്റി വാലി പച്ചപ്പാർന്ന മലനിരകളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനവാസമുള്ള താഴ്വരകളിൽ ഒന്നായ ഈ പ്രദേശം സഞ്ചാരികൾക്കും ഫോട്ടോഗ്രാഫേഴ്സിനും ഒരു സ്വർഗം തന്നെയാണ്. ചെറിയ ചെറിയ വീടുകളും കൃഷിയിടങ്ങളും ടോയ് ട്രെയിൻ കടന്നുപോകുന്ന കാഴ്ചയും ഈ സ്ഥലത്തെ മനോഹരമാക്കുന്നു. ഊട്ടിയുടെ തിരക്കിൽ നിന്ന് മാറി ശാന്തത അനുഭവിക്കാൻ പറ്റിയ ഇടമാണ് കെറ്റി വില്ലേജ്. Actually one of the happiest evening. എടാ കുഞ്ഞുട്ടി, കെറ്റിനെ പറ്റിയെന്ന് പറയില്ലേ? കെറ്റി അഴകാന ഒരു ഗ്രാമം, ഇടം, അടിവാരത്തിലെ ഒരു അഴകാന ഗ്രാമം. നെവർ മിസ് കെറ്റി ഗൈസ്. ഇറ്റ്സ് 12 മണിക്ക് അടുത്തായി ഏകദേശം. നമ്മൾ രാത്രി ഒരു ചാവടിക്ക് ഇറങ്ങിയിട്ടില്ലേ? ഊട്ടിയിൽ ഇപ്പം 14 ഡിഗ്രി സെൽഷ്യസ് അല്ലെ? 14 അല്ലേ? 14 ഡിഗ്രി സെൽഷ്യസിൽ രാത്രി ഒരു ചാവടിക്ക് ഇറങ്ങിയതാ.
കണ്ണും ചോന്നത് വേറൊന്നും കൊണ്ടല്ല, ഊട്ടിയിൽ കിട്ടുന്ന ചില പ്രത്യേക സബ്സ്റ്റൻസസ് യൂസ് ചെയ്തിട്ട് ചിരിയെല്ലാം കണ്ട എല്ലാരും പറയുന്നത് ഞാൻ എന്തോ അടിച്ചിട്ടില്ല. അടുത്തത് നോ ബോഡി ഷേവിംഗ്, നോ ബോഡി ഷേവിംഗ്, പൊച്ചരപ്പൂക്കി, നോ ബോഡി ഷേവിംഗ്. ഒരു റാപ്പ് ഗോഡിന്റെ ലുക്ക് ഉണ്ടല്ലേ? ഞാൻ തന്നെ എഴുതി പാടിയ കുറച്ച് റാപ്സ് ഉണ്ട്. ഏതാ പാടുവാ? എന്റെ സ്ഥിതി വളരെ പതനമോട് മഴ ഒഴിഞ്ഞ് അതിനെ പഴങ്കഥകളെ തേടുന്ന വചന നീർന്ന കണ്ണിന്റെ സമയം പയറ്റി നോക്കി അടവ് പലത് ഉള്ളിൽ ഇതുവരെ കാണുന്നത് ചിലത് ബാക്കി അറിയില്ല.